ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയിൽ നിന്ന് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. പിന്നീട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗെയിനോടുകൂടി ഒരു സെഷനായിരുന്നു നിഫ്റ്റിയിൽ കണ്ടത്. ഏകദേശം 210 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിനാണ് നിഫ്റ്റിയിൽ നിന്ന് റിപ്പോർട്ട് ആയിരിക്കുന്നത്. സെൻസെക്സിൽ 700 പോയിൻറ്റ്സ് ആണ് ഗെയിൻ റിപ്പോർട്ട് ആയിരിക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിരിക്കുന്നത്. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ലെവൽ 10,050 ആ റേഞ്ചിലുള്ള റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താണ് ഇന്ന് നിഫ്റ്റി ഉണ്ടായിരിക്കുന്നത്. അതായത് ഏകദേശം 10,092 അതുകൊണ്ട് തന്നെ അടുത്തൊരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്നത് 10,340 ആ റേഞ്ചാണ്. അപ്പോൾ അത് മാർക്കറ്റ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അതുവരെയുള്ളൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ വരും ദിവസങ്ങളിൽ. പിന്നീട് അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ ലെവലിലെ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റിൽ ഇന്നലെ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിനായിരുന്നു കണ്ടിരുന്നത്. ഏകദേശം 14 പോയിൻറ്റ്സ് ഗെയിനോടുകൂടിയാണ് നാസ്ഡാക്ക് ഇന്നലെ എൻഡായത്. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീക്ക്ലി ജോബ്ലെസ് ക്ലെയിം ഡാറ്റ ഇന്ന് പബ്ലിഷ് ആവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള US മാർക്കറ്റ് നോക്കിയാൽ നമ്മൾ ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു US എക്കോണമിക്ക്. അതുമാത്രമല്ല എക്കോണമിയുടെ ആ ഒരു റീഓപ്പണിംഗ് എല്ലാം തന്നെ US മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു കൊറോണയുടെ സെക്കൻഡ് വേവിൻ്റെ ഫിയേഴ്സൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് വീണ്ടും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ട്രെൻഡാണ് US മാർക്കറ്റിൽ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ എല്ലാം തന്നെ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ് കാണിക്കുന്നത്. ഏകദേശം 1.5 പോയിൻറ്റ്സിനടുത്ത് നെഗറ്റീവ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാം തന്നെ വീണ്ടും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലാണ്. SGX നിഫ്റ്റി ഇപ്പോൾ 22 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം 56 രൂപ ഡൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇനിയും ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ടില്ല. രൂപയുടെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിംഗ് ആണ് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നല്ല വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കിയാൽ ലാർജ് ക്യാപ്പിൽ മുത്തൂറ്റ് ഫിനാൻസ്, ബജാജ് ഫിൻസർ, കോൾ ഇന്ത്യ, വേദാന്ത, ITC. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ നല്ലൊരു വോളിയത്തിലും പ്രൈസ് ഇൻക്രീസിലുമാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല 52 വീക്ക് ഹൈയിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അദാനി ഗ്രീൻ എനർജി, റിലയൻസ് ഇൻഡസ്ട്രീസ്, കോറമാൻഡൽ, മുത്തൂറ്റ് ഫിനാൻസ് ഇതെല്ലാം തന്നെ ആ ഒരു 52 വീക്ക് ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രി ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ ബ്രേക്ക് ചെയ്താണ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ ഒരു ബ്രേക്കൗട്ട് വീണ്ടും നാളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ട്രേഡിങ്ങിൻ്റെ പോസിബിലിറ്റി നമുക്ക് കണ്ടെത്താനാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിലുള്ള സ്റ്റോക്കുകൾ 52 വീക്ക് ഹൈയിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ നല്ല വോളിയത്തിലുള്ള സ്റ്റോക്കുകളും ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്കുള്ളൊരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഫിച്ച് റേറ്റിംഗ്, ഇന്ത്യയുടെ റേറ്റിംഗ് വീണ്ടും റിവൈസ് ചെയ്തിരിക്കുകയാണ്. അത് ആ ഒരു സ്റ്റേബിളിൽ നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. അത് ലോവസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് നോക്കുമ്പോൾ മോഡീസ് ഇന്ത്യയുടെ റേറ്റിങ്ങിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജംഗിളിൻ്റെ തൊട്ടുമുള്ള ഒരു റേറ്റിംഗ് ആയിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. S&P മാത്രമാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റേറ്റിംഗ് ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഇതിന് ഫിച്ച് റേറ്റിംഗ് അവർ കാരണങ്ങളായിട്ട് എടുത്ത് കാണിക്കുന്നത് കൊറോണയുടെ ഇമ്പാക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആ ഒരു എക്കോണമിനെ കൊറോണയുടെ ഇമ്പാക്റ്റും ലോക്ക്ഡൗണും ഒക്കെ നല്ല രീതിയിൽ വീക്കൻ ചെയ്തു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു നല്ല രീതിയിലുള്ളൊരു സ്പെൻഡിങ് പ്രതീക്ഷിക്കാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഡെപ്റ്റ് നല്ല രീതിയിൽ വർധനവ് വരും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ ഇന്ത്യയുടെ ഡെപ്റ്റ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം GDPയുടെ 71% ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 84.5% അത് എത്തും എന്നുള്ള രീതിയിലാണ് ഫിച്ച് റേറ്റിംഗ് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അതുമാത്രമല്ല ഇപ്പം മീഡിയം ടൈമിലുള്ള GDP ഗ്രോത്തിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ഇപ്പോഴത്തെ ഈ ഒരു കൊറോണയുടെ വീണ്ടും വേവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. എങ്കിലും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെ ആയിരിക്കും എന്ന രീതിയിലാണ് ഇവരും പറയുന്നത്. അപ്പോൾ പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിംഗ് വലുതായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ്. 11th ഇൻവെസ്റ്റർ വന്നിരിക്കുകയാണ്. അബുദാബിയിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള PIF ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം. അവർ ഏകദേശം 11,367 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ജിയോ പ്ലാറ്റ്ഫോമിൽ 2.32% സ്റ്റേക്ക് എടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ റിലയൻസിൽ ഈ ഒരു 11 ഇൻവെസ്റ്റേഴ്സിനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 1,15,693 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അവർക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതായത് ഏകദേശം ജിയോ പ്ലാറ്റ്ഫോമിൽ 24.7% സ്റ്റേക്കാണ് അവരിപ്പം സെയിൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു 9 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അതുമാത്രമല്ല വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഒരു ഫ്യൂച്ചർ ഗ്രൂപ്പിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതുമാത്രം ഈ ഫ്യൂച്ചർ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ആമസോൺ അവരുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെയാണ് ഇപ്പം
റിലയൻസ് ഇൻഡസ്ട്രീസും ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ നിന്നും ഇതുവരെ ഒരു കമൻറ്റ് ഇതിനെ സംബന്ധിച്ച് വന്നിട്ടില്ല. എന്നിരുന്നാലും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് ഈ ഒരു ന്യൂസുകളെ തുടർന്ന് നല്ലൊരു അപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു 52 വീക്ക് ഹൈനെ പുതിയൊരു 52 വീക്ക് ഹൈ ആണ് ഇപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഫ്യൂച്ചർ റീറ്റെയിൽസിൻ്റെ സ്റ്റോക്കുകൾ നോക്കുമ്പോഴും എല്ലാം തന്നെ നല്ലൊരു അപ്പിലായിരുന്നു പോയത് ഈ ഒരു ന്യൂസിനെ തുടർന്ന്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചുള്ള വേറൊരു വാർത്ത കണ്ടത്, റൈറ്റ് ഇഷ്യൂ മൂലം സ്റ്റേക്കുകൾ കിട്ടിയവർക്കെല്ലാം ഇപ്പോൾ അതിൽ നിന്നൊരു 30% പ്രോഫിറ്റിലാണ് എല്ലാവരും തന്നെ നിൽക്കുന്നതെന്നൊരു ന്യൂസ് അപ്ഡേറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സുപ്രീം കോടതിയിൽ ഇന്ന് AGR കേസിനെ സംബന്ധിച്ചിടത്തോളം ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ ടെലികോം കമ്പനികളോടും അവരുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റെല്ലാം സബ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അവരോട് ഈ ഒരു ടെലികോം കമ്പനികളെല്ലാം കൊടുക്കുന്ന ആ ഒരു പ്രൊപ്പോസൽ, അതായത് അവരുടെ പേയ്മെൻറ്റ് ആ ഒരു പ്രൊപ്പോസലെല്ലാം തന്നെ കൺസിഡർ ചെയ്യാനായിട്ട് ജൂലൈ 3rd വീക്ക് വരെയുള്ള ഒരു ടൈമും അവർ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നോക്കിയാൽ എയർടെൽ ഏകദേശം 18,000 കോടി ഇപ്പോൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഇനി പേ ചെയ്യാനുള്ളത് ഏകദേശം 1,000 കോടിയാണ്. അത് മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ അവർ ഓൾറെഡി ഇപ്പോൾ എല്ലാവരുടെ നിന്ന് കളക്ട് ചെയ്ത എമൗണ്ട്, ഈ കമ്പനികളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 70% പേ ചെയ്തിരിക്കുന്നതും എയർടെല്ലാണ്. ഇനി വോഡാഫോണിലേക്ക് വരുമ്പോൾ അവർ ഏകദേശം 50,000 കോടിയാണ് പേ ചെയ്യാനുള്ളത്. അതിൽ അവർ കൊടുത്ത അപ്ഡേറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവരുടെ കയ്യിലുള്ള ആ ഒരു അസറ്റുകളെല്ലാം തന്നെ ഏകദേശം 40,000 കോടിയുടെ അസറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം അവർ ഓൾറെഡി ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഫ്രഷ് ആയിട്ടുള്ള ഒരു ബാങ്ക് ഗ്യാരണ്ടി എടുക്കാനുള്ള ഒരു പൊസിഷനിലല്ല അവരെന്നുള്ള രീതിയിലും ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ മെയിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സ്റ്റോക്കുകളും അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്ത സ്റ്റോക്കുകളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ റിലയൻസിൻ്റെ റൈറ്റ് ഇഷ്യൂ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം എല്ലാവരും തന്നെ. ഈ ഒരു 2 സ്ലൈഡ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും SBIൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ റിലയൻസ് റൈറ്റ് ഇഷ്യൂവിലായിരുന്നു എല്ലാവരും തന്നെ കൂടുതലായിട്ടും എൻ്റർ ചെയ്തത്. അത് കഴിഞ്ഞാൽ SBIയിൽ നോക്കുമ്പോൾ അവർ PVRൽ ഏകദേശം 31 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും കൽപ്പതാരി പവറിൽ 20 കോടിയുടേതും എല്ലാൻഡ് ഇൻഫോടെക്കിൽ 3 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എൻട്രി കൊടുത്തിട്ടുണ്ട്. അത് തുടർന്ന് അടുത്ത ബിഗസ്റ്റ് ഫേം അതായത് HDFC നോക്കിക്കഴിഞ്ഞാൽ അവരും റിലയൻസ് റൈറ്റ് ഇഷ്യൂവിൽ 185 കോടിയുടെ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മാർട്ട് മെഷ്, അതുപോലെ തന്നെ JB കെമിക്കൽ ആൻഡ് ഫാർമ, അദാനി എൻ്റർപ്രൈസ്, ഇതിലൊക്കെയാണ് എൻട്രി കൊടുത്തത്. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇതിൽ നല്ല നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. തീർച്ചയായിട്ടും ഞാനിതൊരു ടെലഗ്രാം ചാനലിൽ ഈ ഒരു 2 ഇമേജുകളും പബ്ലിഷ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഇന്ത്യ സിമെൻസിൽ നമ്മൾ ഇന്നലെ കണ്ട വാർത്തയായിരുന്നു രാകേഷ് ദമാനി അതിൽ കൺട്രോളിംഗ് അതോറിറ്റി ആയിട്ടുള്ള ശ്രീനിവാസനിൽ നിന്ന് സ്റ്റോക്കുകളെല്ലാം അക്വയർ ചെയ്യാനുള്ളൊരു ന്യൂസ്. പക്ഷേ അത് ഫോൾട്ടായിട്ടുള്ളൊരു ന്യൂസാണ് എന്ന രീതിയിലാണ് ഇന്ത്യ സിമെൻസ് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഹെക്സാവെയർ ഇൻഡസ്ട്രീസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതായിരുന്നു, അവർ മാർക്കറ്റിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ ആ ഒരു ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ട് ജൂൺ 20 അവർ കൺസിഡർ ചെയ്യും എന്നുള്ള രീതിയിലാണ് ബോർഡിൽ നിന്നും വന്ന അനൗൺസ്മെൻറ്റ്. അടുത്തായിട്ട് യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൊടുത്ത അപ്ഡേറ്റ് കൊറോണയെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 2021 ആദ്യത്തെ 2 ക്വാർട്ടേഴ്സും റവന്യൂവിൽ നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. സെക്കൻഡ് ഹാഫിൽ മാത്രമാണ് ഒരു തിരിച്ചുവരവിന് സാധ്യതകൾ എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ന് ഏണിങ്സ് റിലീസ് വന്ന സ്റ്റോക്കുകൾ നോക്കുമ്പോൾ JK സിമെൻസിൽ റവന്യൂവിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ Q4 നെറ്റ് പ്രോഫിറ്റിൽ 99.9% ഒരു ഡിക്ലൈനാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ക്യൂമിൻസ് ഇന്ത്യ, അതിലും 21.5% ഡിക്ലൈനാണ് റവന്യൂവിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡയിൽ പകുതിയോളം ഡൗൺ ആയതാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 6.3%. നെറ്റ് പ്രോഫിറ്റിൽ 16% ഡിക്ലൈനും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സയൻസിൽ 22%, അതുപോലെ തന്നെ എക്സ്പോർട്ടിൽ 20% ഡിക്ലൈനും അവർ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു ഇയറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അവർ ഈ ഫിനാൻഷ്യൽ ഇയർ 2021 ഗൈഡൻസ് ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല. കാരണം ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റെല്ലാം നിൽക്കുന്നത് കൊണ്ടും ഈ ഒരു അൺസർട്ടനിറ്റി തുടരുന്നത് കൊണ്ടും. അതുമാത്രമല്ല ഫിനാൻഷ്യൽ ഇയർ 2021 Q1 തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇനി പിഡിലിറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ 6% ഡിക്ലൈനാണ് അവർ റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റിൽ 33% ഡിക്ലൈനും അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇന്ദ്രപ്രസ്ഥ ഗ്യാസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 12%
വർധനവുമാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡയിലും 13.8% വർധനവ് ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല കമ്പനി ഏകദേശം ₹2.80 പെർ ഷെയറിൽ ഒരു ഡിവിഡൻഡും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ നോമ്ര എന്ന് പറഞ്ഞ ബ്രോക്കറേജ് ഫേം ഇതിലൊരു ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല ടാർഗറ്റ് പ്രൈസ് ₹575 ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഏർണിങ്സ് ആയിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 29.5% വർധനവാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച്. നെറ്റ് പ്രോഫിറ്റിൽ നോക്കുമ്പോൾ 59.2% വർധനവും അതുപോലെ തന്നെ ലോൺ അസറ്റിലും 22% വർധനവും ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മൾ മുത്തൂറ്റ് ഫിനാൻസ് നമ്മൾ ഇച്ചിരി മുമ്പ് 52 വീക്ക് ഹൈ ആ റേഞ്ചിൽ നിൽക്കുന്ന സ്റ്റോക്കുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് TCSനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ അവർ IBM-ആയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, IBM ക്ലൗഡിൻ്റെ ഒരു ബിസിനസ്സുമായിട്ട്. അപ്പോൾ അത് തീർച്ചയായും TCSന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ഇന്ന്. ഇനി BHELനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 52.2 ലക്ഷം ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് നടന്നതായിട്ട് റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ബയേഴ്സും സെല്ലേഴ്സും ഇതുവരെ അറിഞ്ഞിട്ടില്ല. എങ്കിലും ഈ ഒരു ന്യൂസിനൊക്കെ തുടർന്ന് BHEL നല്ലൊരു പോസിറ്റീവിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്ലോബൽ ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ ബീജിങ്ങിൽ വീണ്ടും 150 കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ടായിരിക്കുന്നത്. ജപ്പാനിൽ ഒരു ട്രാവൽ റിലാക്സേഷൻസ് കൊണ്ടുവരുന്നതായിട്ട് ഈ ഒരു വെള്ളിയാഴ്ച മുതൽ നാളെ മുതൽ കൊണ്ടുവരുന്ന എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ അൺഎംപ്ലോയ്മെൻറ്റ് മെയ്യിൽ നല്ല രീതിയിൽ വർധനമുണ്ടായതായിട്ടാണ് റിപ്പോർട്ടായിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും 3.5 ലക്ഷത്തിന് മുകളിൽ കൊറോണ കേസ് റിപ്പോർട്ടായിരിക്കുന്നു. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ടായ ദിവസവുമായിരുന്നു ഇന്ന്. പക്ഷേ ഇതിനകത്തൊരു ആശ്വാസകരം വീണ്ടും പകുതിയിലധികം കേസുകൾ റിക്കവർ ആകുന്നു എന്നുള്ളതുമുണ്ട്. പക്ഷേ എക്കോണമി വീണ്ടും നല്ലൊരു റീഓപ്പണിങ്ങിനുള്ള സാധ്യതകൾ ഇനി നമുക്ക് പറയാനായിട്ടില്ല. അതുമാത്രമല്ല പല റേറ്റിംഗ് കമ്പനികളും ഇന്ത്യയുടെ റേറ്റിങ്ങിനെ ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസുകളെയും സ്റ്റോക്കുകളെയും അതുപോലെ തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല ഇൻഡോ ചൈന ഒരു ബോർഡർ ടെൻഷൻസ് എല്ലാം വീണ്ടും ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതേ തുടർന്നുള്ളൊരു ഡിസിഷൻസൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതുമാത്രമല്ല ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.